ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഈ ഓട്ടപ്പാച്ചിലിൻ്റെതായിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം തൻ്റെ ക്രോധത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാകുന്നുവല്ലോ. പലപ്പോഴും ഏറെ സ്ട്രെസ്സും ടെൻഷനും ഏറിയ ഈ ജീവിതത്തിൽ നാം പലരോടും കയർത്ത് സംസാരിക്കുകയും ക്രോധത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നു. അത് നമ്മളിൽ വലിയൊരു കുറ്റബോധമായി അവശേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുമശിഹ തൻ്റെ ഇഹലോക ജീവിതത്തിൽ നമ്മെപ്പോലെ പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ക്രോധത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഏറെ സഹായകരമായിരിക്കും. പരിശുദ്ധനായ മർക്കോസ് എവൻഗേലിയോസ്തൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. കർത്താവ് സുന്നഗോഗിലേക്ക് ചെല്ലുകയും അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെന്നും കർത്താവിൻ്റെ വിരോധികളെല്ലാം തന്നെ ശാബത ദിവസം കർത്താവ് ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ സുഖപ്പെടുത്തുമോ എന്നുള്ളത് നോക്കി നിൽക്കുന്നു, കർത്താവിൽ കുറ്റം ചാർത്തുവാനായിട്ട്. കർത്താവ് ആ വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് കൽപ്പിക്കുന്നു. പിന്നെ തൻ്റെ വിരോധികളോട് താൻ പറയുന്നു, ശാബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ വിരോധികൾ ആരും തന്നെ അവിടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം കർത്താവ് വളരെ ദുഃഖത്തോടും ക്രോധത്തോടും അവരെ ചുറ്റും നോക്കി എന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെങ്കിൽ കർത്താവ് ആ വരണ്ട കൈയുള്ള മനുഷ്യനെ അവിടെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർത്താവ് അവിടെ കോപിച്ചതായി നാം കാണുന്നു. മറ്റൊരു ഭാഗത്ത് കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ ക്രയവിക്രയം ചെയ്യുന്നവരുള്ളവരെ കണ്ട് അവരെയൊക്കെയും അവിടുന്ന് ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയും ദേവാലയത്തിൻ്റെതായിരിക്കുന്ന വിശുദ്ധി നേടുവാനായിട്ട് അവിടെ ക്രോധിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇഹലോകത്തിൽ വെച്ച് കർത്താവ് ക്രോധം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നുവല്ലോ. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന്. ഒരു ഭാഗത്ത് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് കർത്താവ് കൽപ്പിക്കുകയും മറുഭാഗത്ത് ഈ ലോകത്തിൽ വെച്ച് കർത്താവ് കോപിച്ചതായിട്ട് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതിലുള്ള വിരോധാഭാസം എന്ത്? 4-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കോപിപ്പീൻ നിങ്ങൾ പാപം ചെയ്യരുത്. കോപം എന്നുള്ളത് മനുഷ്യന് മറ്റെല്ലാ വികാരങ്ങളെപ്പോലെ ദൈവത്താൽ നൽകപ്പെട്ടതായിരിക്കുന്ന ഒരു വികാരം തന്നെയാകുന്നുവല്ലോ. പക്ഷെങ്കിൽ നാമൊക്കെയും കോപിക്കുമ്പോൾ നമ്മുടേതായിരിക്കുന്ന ആളത്വത്തിൽ നിന്ന് മാറി നാം എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ആയിപ്പോകുന്ന നിമിഷങ്ങളിലൂടെ ആകുന്നുവല്ലോ അധികമായിരിക്കുന്ന ക്രോധത്തിൽ നാം ആയിരിക്കുമ്പോൾ ചെയ്യുന്നത്. അതുവഴി മറ്റുള്ളവരെ അവഹേളിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും മറ്റുള്ളവരെ ഇല്ലാതാക്കുവാനുമായിട്ടാകുന്നു ഒരു പക്ഷെങ്കിൽ നാമൊക്കെയും ശ്രമിക്കുന്നത്. പക്ഷെങ്കിൽ ക്രിസ്തു കോപിച്ചപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഇല്ലാതാക്കുവാനായിട്ടല്ല, നേരെ മറിച്ച്
നന്മ ചെയ്യുവാനായി, സത്യത്തിന് നിലകൊള്ളുവാനായി താൻ തൻ്റെ ക്രോധത്തെ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരുടേതായിരിക്കുന്ന വിമർശനത്തെ മറികടന്ന് വരണ്ട കൈയുള്ളവനെ സൗഖ്യപ്പെടുത്തി അവന് ജീവിതം നൽകുന്നു. ദേവാലയത്തിൻ്റെ വിശുദ്ധി തിരികെ പിടിച്ച് തൻ്റെ ദേവാലയത്തിൻ്റെ മഹത്വം, പിതാവിൻ്റെ ആലയത്തിൻ്റെ മഹത്വം മറ്റുള്ളവരുടെ മുൻപാകെ കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ നോമ്പിലൂടെ ഞാനും നിങ്ങളും നാമൊക്കെയും കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിലായിരിക്കുന്ന തിന്മകളെ അകറ്റുവാനും വിശുദ്ധിയിൽ വളരുവാനും അവിടുത്തെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ നോമ്പുകാലം നാം ഏവർക്കും ഏറെ അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.